സ്വന്തം മകളെ ആലിംഗനം ചെയ്തതിൻ്റെ പേരിൽ ഒരു പിതാവ് അറസ്റ്റിലാകുന്നുണ്ട്. കൊച്ചി നഗരത്തിൽ മകളെ കാണാൻ പാർക്കിലേക്ക് എത്തിയ പിതാവ് മകളെ കണ്ട് പിരിയുന്ന സമയത്തൊന്ന് ആലിംഗനം ചെയ്തു പോയി. ശേഷം അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം അറസ്റ്റിലുമാവുകയും ചെയ്തു. മാസങ്ങളോളം ജയിലിലും കിടന്നു. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് സ്വന്തം ഭാര്യ ഇദ്ദേഹത്തിനെതിരെ ഒരു പോക്സോ കേസ് ചുമത്തി എന്നതാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് കേരള ഹൈക്കോർട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇറ്റ്സ് എ വെപ്പനൈസ്ഡ് ലൈ എന്നാണ്. ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു നുണയാണ്, അത് ആയുധമാക്കിയതാണ് നിയമത്തെ വെച്ച് എന്ന് കൃത്യമായി കോടതി പറയുകയും ചെയ്തു. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് ഫേക്ക് പോക്സോ കേസുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഒക്ടോബർ 2025 വരെയുള്ള ഈ വർഷത്തെ കണക്കുകളിൽ വ്യക്തമായി പറയുന്നത് 4011ഓളം പോക്സോ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കേവലം 15% മാത്രമാണ് കൺവിക്റ്റഡ് ആയിട്ടുള്ളത്. ഏകദേശം 70% മുകളിൽ ഫേക്ക് കേസുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് കാറ്റഗറി ചെയ്യുകയാണെങ്കിൽ 70%ഓളം ഫേക്ക് കേസുകൾ വരാനുള്ള കാരണം അത് മാരിറ്റൽ ഡിസ്പ്യൂട്ട്സ് ആണ്. ദാമ്പത്യ ബന്ധങ്ങൾക്കിടയിലുള്ള ചില വിഷയങ്ങൾ, വിള്ളലുകളാണ് ഇതിന് കാരണം. ഒരാൾ മറ്റുള്ളയാളെ പഴിചാരുന്നു. രണ്ടാമതായി ഏകദേശം 20%ഓളം ഫേക്ക് പോക്സോ കേസുകൾ വരാനുള്ള കാരണം അതിർത്തി തർക്കങ്ങളാണ്, പ്രോപ്പർട്ടി ആൻഡ് ലാൻഡ് ഇഷ്യൂസ്. ബാക്കിയുള്ള 10% ഫേക്ക് പോക്സോ വരുന്നത് പൊളിറ്റിക്കൽ ആംഗിളിൽ നിന്നാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ വരുന്ന പ്രശ്നം, ഒരുപാട് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസുകൾക്കുള്ളിൽ യാഥാർത്ഥ്യമുള്ള, നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിഞ്ചോമന മക്കളുണ്ടാകും. അവരുടെ കേസുകൾ ഇല്ലായ്മ ചെയ്യപ്പെടുന്നുണ്ട് എന്നതാണ് ഇതിലെ യാഥാർത്ഥ്യം.